അന്താരാഷ്ട്ര ഫുട്ബോളിൽ സ്വപ്ന കുതിപ്പ് തുടരുകയാണ് അർജന്റീന. കാനഡയെ തോൽപ്പിച്ച് നിലവിലെ ചാമ്പ്യന്മാർ കോപ്പ അമേരിക്ക ഫൈനലിൽ സ്ഥാനമുറപ്പാക്കി. തുടർച്ചയായ 4ാം കിരീടത്തിന് ഒറ്റ ജയമകലെയാണിപ്പോൾ അർജന്റീന. കോപ്പയിലെ എല്ലാ കളിയും ജയിച്ചാണ് അർജന്റീന ഫൈനലിലേക്ക് മുന്നേറിയിരിക്കുന്നത്. ഇക്വഡോറിനെതിരെ നടന്ന ക്വാർട്ടർ ഫൈനലിൽ അർജന്റീന പതറിയിരുന്നു. ഈ മത്സരത്തിന് ശേഷം ടീമിന് സംഭവിച്ച പാളിച്ചകൾ വിശകലനം ചെയ്താണ് കാനഡയ്ക്കെതിരെ ടീമിനെ ഇറക്കിയത്. ടീമിൽ വരുത്തിയ പ്രധാന മാറ്റങ്ങളിലൊന്ന് എൻസോ ഫെർണാണ്ടസിന് ലോകകപ്പിൽ കളിച്ച പൊസിഷൻ തിരിച്ചു നൽകിയെന്നതാണ്. ഇക്വഡോറിനെതിരെയുള്ള മത്സരത്തിലടക്കം താരം നമ്പർ 8 അല്ലെങ്കിൽ നമ്പർ 10 പോലെയാണ് കളിച്ചിരുന്നത്. എന്നാൽ കാനഡയ്ക്കെതിരായ മത്സരത്തിൽ താരത്തെ ലോകകപ്പിലേതുപോലെ നമ്പർ 5 പൊസിഷനിലേക്ക് ലയണൽ സ്കലോണി തിരിച്ചു കൊണ്ടുവന്നു. കഴിഞ്ഞ മത്സരങ്ങളിൽ ഡിഫൻസീവ് മിഡ്ഫീൽഡിൽ കളിച്ചിരുന്ന മക്കലിസ്റ്റർ ഇതോടെ പൂർണ്ണമായി സ്വാതന്ത്ര്യത്തോടെ കളിക്കാൻ തുടങ്ങി. മധ്യനിരയിൽ കൂടുതൽ ചലനം സൃഷ്ടിക്കാൻ ഇത് കാരണമാവുകയും ചെയ്തു. റൈറ്റ് ബാക്കായി മൊളിനയ്ക്ക് പകരം മോണ്ടിയാലിനെ ഇറക്കിയതും പ്രധാനപ്പെട്ടൊരു നീക്കമായിരുന്നു. വേഗതയേറിയ അൽഫോൺസോ ഡേവിസിനെ തടുത്തു നിർത്താൻ താരത്തിന് കഴിഞ്ഞു. കഴിഞ്ഞ മത്സരത്തിൽ ആദ്യമില്ലാതിരുന്ന ഏഞ്ചൽ ഡി മരിയ, അൽവാരസ് എന്നിവരും തങ്ങളുടെ ചുമതലകൾ ഭംഗിയായി നിർവഹിച്ചു. തന്ത്രങ്ങളിലും ഫോർമേഷനിലും സ്കലോണി വരുത്തുന്ന ഈ മാറ്റങ്ങൾ അർജന്റീനയുടെ കുതിപ്പിൽ വളരെ നിർണായകമാണ്. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി സ്പോർട്സ് കഫേ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.